ഹായ് ഗായ്സ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരി സജീനയും കൂട്ടി അകത്തേക്ക് വരുന്നു. അവൾ എല്ലാ ഇടവും നോക്കുന്നുണ്ട്. ഡെക്കറേഷൻസോ ആൾക്കാരോ ആരെയും കാണുന്നില്ല. അവളുടെ തൊണ്ട വരണ്ടു. വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഹരി വീണ്ടും എന്തോ കലക്കിയ വെള്ളമാണ് കൊണ്ടുവന്നു കൊടുക്കുന്നത്. അത് കുറച്ചു കുടിച്ചതും അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ഹരി അവളെ താങ്ങി പിടിച്ച് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. ബെഡിൽ കിടത്തുന്നു. കൂട്ടുകാരെയും വിളിക്കുന്നുണ്ട്. രോഹിത് ഒഴികെ മറ്റു രണ്ടുപേരും ഹരിയുടെ കൂടെ പോയി. രോഹിത്തിന് ആകെ പേടിയും വെപ്രാളവുമായി. വിറച്ച് വിറച്ച് റൂമിൽ കയറിയ രോഹിത് സജിനയെ ചെയ്യുന്നത് കണ്ട് പേടിച്ചുപോയി. ഹരിയുടെ അത്ര വൃത്തികെട്ടവനല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കണ്ടു നിൽക്കാനും പറ്റുന്നില്ല. അവൻ വേഗം പുറത്തേക്കിറങ്ങി ബൈക്ക് എടുത്ത് വീട്ടിലെത്തി. നന്നായി മദ്യപിച്ചതുകൊണ്ടും പേടിച്ചതുകൊണ്ടും അവന് ബാലൻസ് കിട്ടുന്നില്ല. ഒരു വിധത്തിൽ ബൈക്കൊക്കെ തള്ളി സ്റ്റാൻഡിൽ വെച്ച് വേച്ചു വരുന്നത് അലീന കാണുന്നുണ്ട്. പക്ഷെ അലീനയ്ക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ കൃഷ്ണമോൾ വിട്ടില്ല. അവൾ ചോദിക്കുന്നുണ്ട്, രോഹിതേട്ടൻ ഇന്നും കുടിച്ചിട്ടാണോ വന്നത് എന്ന്. നിന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്. ഞാൻ കുടിച്ചു, നീയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് തട്ടിക്കയറുന്നുണ്ട്. അതിനുശേഷം റൂമിൽ കയറി വാതിലടച്ച് ഉറങ്ങാൻ കിടക്കുന്നു. കിടന്നിട്ടും അവന് ഉറക്കം വരുന്നില്ല. അവന് ശരണ്യയോട് അവർ ഓരോരുത്തരും ചെയ്യുന്നതുമൊക്കെ ഓർത്ത് ഉറക്കത്തിൽ നിലവിളിച്ച് പെട്ടെന്ന് ഞെട്ടിയുണരുകയും ചെയ്യുന്നുണ്ട്. ആകെ സമനില തെറ്റിയ പോലെയായി രോഹിത്. ആ വീട് ഇപ്പോൾ നാഥനില്ല കളരിയായി മാറി. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.